ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണോ? അപ്പം പുറത്ത് പോവാണ്. വൈകുന്നേരം മഴയൊന്ന് കുറച്ച് മാറി നിൽക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ പുറത്ത് പോകാൻ കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളും ഉണ്ട്. ടാറ്റ ബൈ ബൈ പറയാൻ വേണ്ടിയിട്ട് എൻ്റെ സോള് മേളിലുണ്ട്. സോ ഞങ്ങൾ പോകുന്നത് നോക്കിയിട്ട് അവളിങ്ങനെ നിൽക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ പാർലറിൽ പോയി എൻ്റെ കാട് പോലെ വളർന്ന പുരുകത്തിനെ വെട്ടി നിരപ്പാക്കി. ഇടയ്ക്കൊരു വെട്ടുണ്ട്, അതൊരു സംഭവം നടന്നതിൻ്റെയാണ്. എന്തായാലും ആ വെട്ടൊക്കെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ, നത്തിങ്, വേറൊന്നും ചെയ്യാനില്ല. തിരിച്ച് പാച്ചൂര് വഴി ആണ് പോകുന്നത്. എൻ്റെ പൊന്നേപ്പിന് മെഡിക്കൽ ഷോപ്പ് പോകണമായിരുന്നു. എനിക്ക് അപ്കമിങ് ഡേയ്സിന് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെയാണ്. സോ മെഡിക്കൽ ഷോപ്പിലൊക്കെ കയറി എനിക്ക് വേണ്ട മരുന്നെല്ലാം വാങ്ങിച്ച് പർച്ചേസിങ്ങിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. സെക്രട്ടറിയേൻ്റെ ഫ്രണ്ട് കൂടെ വരുമ്പോൾ എനിക്കിപ്പോഴും സങ്കടമായിട്ടോ. എനിക്ക് കുറേ പാവങ്ങൾ ഇതാ ചെയ്യാം. പിന്നെ ഇങ്ങനെ ചാല വഴി, മഴ കാരണം ചാലയൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ പൊതിഞ്ഞ് കിടക്കുകയാണ്. സോ തിരിച്ച് നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രം വഴിയാണ് വരുന്നത്. നല്ല രസമായിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രം. വൈകുന്നേരം ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് എന്താ പറയുക, ഇങ്ങനെ കുറച്ച് നേരം അങ്ങനെ നിൽക്കാൻ തോന്നും. എന്തോ ഒരു സമാധാനം, പള്ളിയിൽ പോകുമ്പോൾ കിട്ടുന്ന അതേ സമാധാനം. പിന്നെ ഇന്ത്യൻ കോഫി ഹൗസ്. ഇന്ത്യൻ കോഫി ഹൗസിൽ വന്നാൽ ചരിത്രം നമുക്ക് തിരുത്താൻ പറ്റത്തില്ല. കോഫി ഹൗസിൽ വന്നാൽ കട്ട്ലറ്റും ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ കോൾഡ് കോഫിയും ഒക്കെ കുടിക്കണം എന്നാണ് ശാസ്ത്രം പറയുന്നത്. പിന്നെ അവിടെ എനിക്കിപ്പോൾ ഇഷ്ടപ്പെട്ട് കണ്ടപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തു. തിരിച്ച് വരികയാണ്. അയ്യോ അയ്യോ അയ്യോ, മഴയ്ക്ക് മുന്നേ എങ്ങനെയും വീട് പറ്റണം. പിന്നെ കൊലക്കട കണ്ട്, കൊലക്കടയിൽ കയറി കുറച്ച് ഏത്തക്കയും പഴമൊക്കെ വാങ്ങിച്ച് മാവൊക്കെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിൽ വന്നു. മഴ നനഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് പോയി കുളിയും തേവാരും എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. പർച്ചേസിങ് കുറച്ചൊക്കെ ഒതുക്കി, ഇനിയിപ്പോൾ ബാക്കി നാളെയുണ്ട്. അത് ഈ പറഞ്ഞ പോലെ മഴയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വീട്ടിൽ കയറേണ്ടി വന്നു. ഇന്ന് നനയാൻ വയ്യ. ട്രെയിനിങ്ങിന് പോവാണ്. ഇനി പനി പിടിച്ചു കഴിഞ്ഞാൽ തീർന്നു. ലാസ്റ്റ് ട്രെയിനിങ് ഒരു 1.5 ട്രെയിനിങ് ആയിരുന്നു. അത് വീണ്ടും എനിക്ക് ചരിത്രം ആവർത്തിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് പനിയൊക്കെ പിടിക്കാതെ സെറ്റായിട്ട് വേണം ഇരിക്കാൻ. സോ ബാക്കി നാളെ രാവിലെ കുറേ പരിപാടിയുണ്ട്. സിറ്റിയിൽ പോകണം, ബാക്കി കുറേയും കൂടെ കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞപ്പോൾ നാളെ ഉച്ചയ്ക്കാണ് ട്രെയിന്. അപ്പോൾ ബാക്കി